നിസ്കാരത്തിൽ 4 സന്ദർഭങ്ങളിലാണ് പൊതുവെ കൈകൾ ഉയർത്തുക എന്നത് ഹദീസിൽ വന്നിട്ടുള്ളത്. 4 സന്ദർഭങ്ങളിൽ. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമിലാണ്. രണ്ടാമത്തേത് റുകൂഇലേക്ക് പോകുന്നതിന് മുൻപാണ്. മൂന്നാമത്തേത് റുകൂഇൽ നിന്ന് ഉയർന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറയുമ്പോഴാണ്. നാലാമത്തേത് എപ്പോഴാണ്? രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് അതിനുശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തശഹുദിൽ നിന്ന് എഴുന്നേറ്റ് ഫാത്തിഹ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ കൈകൾ ഉയർത്തണം. ഈ 4 സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തുക എന്നത് സുന്നത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ളത്. റുകൂഇന്റെ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തുക എന്നത് സുന്നത്താണ്. അൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് ഖൗലു അക്സറിൽ മുസ്ലിമീൻ വ ജുംഹൂറിൽ ഉലമ, മുസ്ലിമീങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതാണ്, അത് സുന്നത്താണ്. പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആളുകളുടെ അഭിപ്രായം അതാണ്. എന്നാൽ ഹനഫി മദ്ഹബ് പിൻപറ്റുന്ന ചിലരെങ്കിലും ഈ കാര്യം ഉപേക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ധാരാളം കിതാബുകൾ അറബിയിൽ മറുപടികളും അവക്കുള്ള മറുപടികളുമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഹനഫികൾ കുറവാണ്, പക്ഷെ തെക്കുഭാഗത്ത് ഹനഫികൾ കൂടുതലുണ്ട്. കൈകൾ ഉയർത്തുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പ്രബലമായ സുന്നത്താണ്, നിസ്സാരമാക്കാൻ പാടുള്ള സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം വിവരിക്കുന്ന സഹാബിമാർ, വ്യത്യസ്തരായ സഹാബിമാർ, അവരുടെ ഹദീസുകളിലെല്ലാം വറഫഅ യദൈഹി, അവിടുന്ന് തൻ്റെ 2 കൈകളും ഉയർത്തി എന്ന ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, സഹീഹായ ഹദീസുകളിൽ. അത് ഒരാൾ ഞാൻ എൻ്റെ മദ്ഹബ് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്നത് ഒരിക്കലും അവന് യോജിച്ച കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് അവൻ പിൻപറ്റാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നു തന്നുവോ നിങ്ങൾ സ്വീകരിക്കണം, അവിടുന്ന് വിരോധിച്ച കാര്യം നിങ്ങൾ ഒഴിവാക്കണം. അതായത് നിങ്ങൾ മദ്ഹബിൻ്റെ പേര് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ രൂപം വിവരിച്ച അലി ഇബ്നു അബി താലിബിൻ്റെ ഹദീസിൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൻ്റെ ഹദീസിൽ, മാലിക് ഇബ്നുൽ ഹുവൈരിസിൻ്റെ ഹദീസിൽ, അബൂ ഹുമൈദിൻ സാഇദിയുടെ ഹദീസിൽ, വ്യത്യസ്തങ്ങളായ സഹാബിമാരുടെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് നിസ്കാരത്തിൽ കൈകൾ ഉയർത്തുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ലഅംരി വമൻ യശുക്കു ഫീ ഹാദാ, തീർച്ചയായും അവൻ നിസ്കാരത്തിൽ കൈകൾ ഉയർത്തണം, ആർക്കാണ് അതിൽ സംശയമുണ്ടാകുക? അതിന് മാത്രം ഹദീസുകൾ വന്ന കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ പൊതുവെ വിഷയം വലിയ ചർച്ചയാകാറില്ല. എന്നാൽ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾക്കിടയിൽ അവർ അവഗണിക്കുന്ന സുന്നത്തുകളിൽ ഒന്നാണ് ഈ പറഞ്ഞത്. ഈ രൂപത്തിൽ മദ്ഹബിനെ തഅസ്സുബായി, അതിനെ തീർത്തും അന്ധമായി സ്വീകരിക്കുക എന്നത് ശരിയായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയുള്ളത്. ശരി.